സ്റ്റാർട്ടിംഗ് സീൻ തന്നെ റോഡിനരികിൽ സിഗരറ്റും വലിച്ച് ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നില്ലേ. ഇവരാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സായ ബെക്കി ആൻഡ് ഡെയ്സി. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഇവർക്കാണെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഇത് ശരിക്കും ബാഡ് ആണോ അല്ലയോ എന്ന് കമന്റിൽ അറിയിക്കുക. ആക്ച്വലി ഇവർ രണ്ടാളും ഗേൾസ് അല്ലേ, അതുകൊണ്ട് തന്നെ മുടി സ്ട്രൈറ്റ് ചെയ്യണം, പാർലറിൽ പോകണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും. വെറുതെ അല്ലല്ലോ ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് റോബറി. അതും പറഞ്ഞ് ബാങ്ക് റോബറി ഒന്നുമല്ല, ഇവരുടെ ഐഡിയ സിമ്പിൾ ആണ്. റോഡിന്റെ സൈഡിൽ പോയി നിൽക്കുക, ലിഫ്റ്റ് ചോദിക്കുക. ഇവളുമാരെ കണ്ട ആരെങ്കിലും ഒരുത്തിന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവൻ്റെ പൈസ മുതൽ ഇട്ടിരുന്ന ചട്ടി വരെ ഊരിട്ടായിരിക്കും ഇവളുമാര് വിടുക. അതുപോലെ തന്നെ ഈ ടൈം ആണെങ്കിൽ ആളില്ലാത്ത ആ റോഡിൽ ഒരു കാർ മാത്രം വന്ന് ഇവളുമാരെ കണ്ടതും വണ്ടി നിർത്തുകയാണ്. പക്ഷേ ഈ കാറിലാണെങ്കിൽ രണ്ടുപേരുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഇവന്മാരെ വിട്ടിട്ട് ഇനി വേറെ ആളെ കിട്ടിയില്ലെങ്കിലും എന്ന് പറഞ്ഞ് ഇവളുമാരെ സ്ഥിരം പരിപാടി തുടങ്ങുകയാണ്. അടുത്തുള്ള ടൗൺ വരെ പോകണം, ഒന്ന് ലിഫ്റ്റ് തരുമോ, ഗേൾസ് അല്ലേ, കൊണിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ പിള്ളേർ സിഗ്മിയായിരിക്കും. സോറി ലേഡീസ്, ഞങ്ങൾ അതിലൊന്നും പോകുന്നില്ല പറഞ്ഞ് കാറും കൊണ്ട് നൈസായിട്ട് അടുത്ത് സ്കൂട്ടാവും. അയ്യോ കയ്യിൽ കിട്ടിയവന്മാരും പോയല്ലോ പറഞ്ഞ് ഇവര് വേറെ കാറിനെ കാത്തിരിക്കുമ്പോഴായിരിക്കും കാർ റിവേഴ്സ് എടുക്കുന്ന സൗണ്ട് കേൾക്കുക. ഞാൻ ഇപ്പോഴും പറയാം, ഇവന്മാര് മാത്രം കാർ റിവേഴ്സ് എടുക്കാതെ നേരെ പോയിരുന്നെങ്കിൽ ഇവരുടെ ലൈഫിനെ ചേഞ്ച് ആയിട്ടുണ്ടാവും. പക്ഷെ കാർ റിവേഴ്സ് എടുത്തിട്ട് ഇവന്മാര് പോയി ചാടിയത് ഏതിലാണെന്ന് അറിയണ്ടേ. അതിന് വീഡിയോ ഫുള്ളായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ വേറെ ഇവന്മാര് സിഗ്മ എന്ന് പറഞ്ഞു. സോറി ഗൈസ്, ഇവർ ആൽഫിയാണ്. റിവേഴ്സിൽ വന്ന് ഇവന്മാരാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വണ്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്മോക്ക് ചെയ്യാനോ ഡ്രിങ്ക് ചെയ്യാനോ പാടില്ല. ഇതിന് ഓക്കെ ആണെങ്കിൽ വന്ന് വണ്ടി കയറിക്കെന്ന് പറയുകയാണ്. ഇത് കേൾക്കാൻ ഡെയ്സി ആണെങ്കിൽ ബെക്കി അവിടെ ഓൾറെഡി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന് തട്ടിക്കളഞ്ഞ് ഞങ്ങൾ റെഡിയാണ് പറഞ്ഞ് രണ്ടാളും പോയിട്ട് ബാക്ക് സീറ്റ് സെറ്റിലാവും. അങ്ങനെ കാറും കാടിനടിയിലുള്ള റോഡിലൂടെ പതിയെ നീങ്ങാണ്. ബാക്കിലാണെങ്കിൽ ഇവന്മാർ മിണ്ടാതിരിക്കാതെ കുറച്ച് ഡേർട്ടി ആയിട്ട് ഓക്സിൽ എടുത്തിടും. ഇവളുമാര് ഫ്ലേർട്ട് ചെയ്യാന്ന് ഇവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വെളിയിലൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് ദേ ആർ സിഗ്മ, അല്ല സോറി ആൽഫ. അതിൽ ഇവനാണെങ്കിൽ ബെക്കിന് നോക്കിയിട്ട് നീ വളരെ ക്യൂട്ടായിട്ടെന്ന് പറയാണ്. പക്ഷെ ബെക്കി ആണെങ്കിൽ ഇവനെ കെയർ ചെയ്യില്ല, പകരം ആ കാറിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഇവള് നോട്ടീസ് ചെയ്യും. അങ്ങനെ സമയം കടന്നു പോവുകയാണ്. കാറാണെങ്കിൽ ഒരു ഘട്ടത്തിൽ സ്റ്റോപ്പ് ആവും. ആ കാർ നിന്ന സ്ഥലത്താണെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ല. എന്താ പ്രശ്നം ഇവന്മാർക്കും അറിയില്ല. സോ എന്തായാലും ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഇവൻ ഇറങ്ങി ചെക്കിനായി പോവുകയാണ്. ഇതിൽ ഡെയ്സി ആണെങ്കിൽ ഇതാണ് സമയം പറഞ്ഞ് സ്മോക്കിനുള്ള പേരിൽ അവന്റെ അടുത്തേക്ക് പോയിട്ട് ഫ്ലേർട്ട് ചെയ്യാനായി തുടങ്ങും. ഇതേ സമയം കാറിലുള്ള ബെക്കിയോട് ഇവൻ നീ ഡേഞ്ചറസ് ആണോ എന്ന് ചോദിക്കുകയാണ്. ബെക്കിക്കാണെങ്കിൽ ഇവൻ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് മനസ്സിലാവില്ല. ഇവനെ കാണാൻ കുറച്ച് ബുദ്ധി വളർച്ചത്തോണ്ട് തന്നെ ഇവളെ കെയർ ചെയ്ത് വിടുകയാണ്. അതേസമയം ഡെയ്സി ആണെങ്കിൽ ഇവളുടെ ഒരു കത്തി എടുത്ത് ഇവളുടെ ബാക്കിൽ റെഡിയായി നിൽക്കും. പക്ഷെ ആ ടൈം ആയിരിക്കും അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് പിത്ത് പിടിച്ച് മാറി എന്തൊക്കെയോ പറയാനേ തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഇവള് പേടിച്ച് വെളിയിലുള്ള ഡെയ്സിനെ വിളിക്കുകയാണ്. കൂടെ തന്നെ ഇവനും വരുന്നുണ്ടാവും. കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അവൻ യൂറിൻ പാസ് ചെയ്യണം, അതായിരിക്കും അവന്റെ ഭാഷയിൽ അവൻ പറഞ്ഞിട്ടുണ്ടാവുക. ചുറ്റും കാടുള്ളതുകൊണ്ട് തന്നെ ഇവൻ അവിടേക്ക് പറഞ്ഞു വിടാണ്. അതേസമയം ഡെയ്സി ആണെങ്കിൽ അവളുടെ പ്ലാൻ നടക്കാത്തതിൽ ദേഷ്യത്തിലായിരിക്കും. അവൻ നടന്ന് കുറച്ച് ദൂരത്തിലെത്തിയതും ഇപ്പൊ രണ്ടാളും ചേർന്ന് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഡെയ്സി അവളുടെ കത്തി വീണ്ടും കൊടുക്കുകയാണ്. അവന്റെ ബാക്കിൽ അവനെ ഒരു ഡൗട്ട് പോലും വരാതെ അവൻ അറിയാത്ത രീതിയിൽ മേലെ നടന്ന് നീങ്ങാൻ തുടങ്ങും. ഡെയ്സി അവന്റെ വാലറ്റ് എടുക്കാനായി പറയും. പക്ഷെ ഇവനാണെങ്കിൽ ഇവിടെ കാമായിട്ട് അവന്റെ വാലറ്റ് ഇല്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ബെക്കി വന്ന് ഇവന്റെ പോക്കറ്റ് ചെക്ക് ചെയ്യണം. പക്ഷെ സത്യത്തിൽ ഇവന്റെ വാലറ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ കാറിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ കാറിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ബെക്കി ആ കാർ തപ്പാനേ പോകും. ഈ സൈഡ് ഇവനാണെങ്കിൽ എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ അത്രയ്ക്ക് റിച്ചും അല്ല, ഇൻഫാക്ട് ആ കാർ പോലും എൻ്റേതല്ല. സോ നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ആക്കാണെന്ന് പറയും. ഇവൻ മിണ്ടാതിരിക്കാത്തതുകൊണ്ട് തന്നെ ഇവളൊരു ദേഷ്യത്തിൽ ഇവന്റെ കാലിലേക്ക് കുത്തും. ഇത് കേട്ട ഉടനെ ബെക്കിയും വെളിയിലേക്ക് വരികയാണ്. അതേ ടൈം ആ കാറിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. വേറെ വഴിയില്ലാതെ ഡെയ്സി ഇവന്റെ കഴുത്തിൽ കത്തി വെച്ച് പൈസ എവിടെയെന്ന് ചോദിക്കും. കഴുത്തിൽ കത്തിയുള്ള ആ ടൈം പോലും ഇതിൽ ഒന്നുമില്ല എന്ന് പറയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഡെയ്സിയെ കാറിന്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറയുക. ഇവനെ മെല്ലെ കാറിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ആ ടൈം പോലും നിങ്ങൾക്ക് ആവശ്യമുള്ളൊന്നും ഇതിനുള്ളിൽ ഇല്ല എന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതെന്തായാലും ഓപ്പൺ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ഇവനും ആ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യും. പക്ഷെ ഈ ടൈം ആയിരിക്കും ഇവന്റെ കാറിൽ എന്തിനാ കയറി ഇവർ രണ്ടാളും ആലോചിക്കാൻ തുടങ്ങുക. ഡെയ്സിയുടെ മനസ്സെല്ലാം പതറാണ്. അതേ ടൈം ബെക്കിക്കാണെങ്കിൽ അവൾക്ക് ആ ബാഡ് സ്മെൽ വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവും. ആക്ച്വലി ഇവരെ കാട്ടിയും ഡേഞ്ചറസ് ആയ ഒരു സൈക്കോ കില്ലർ ആയിരിക്കും ഇവൻ. അവന്റെ ഒരു അടി കിട്ടിയതും ബെക്കി അവിടെ അൺകോൺഷ്യസ് ആവുകയാണ്. ഡെയ്സിനെ ആണെങ്കിൽ കാറിന്റെ ഡോറിന്റെ ഇടയിൽ കൊണ്ട് തല വെച്ച് ആ ഡോർ ഇടിച്ചിടിച്ചെന്നെ അവളെ കൊല്ലും. ഇത് നടക്കണ ഈ ടൈം ആണെങ്കിൽ ബെക്കി അവിടെ കോൺഷ്യസിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് കണ്ട ഉടനെ ഇവളാണെങ്കിൽ അവിടെ രക്ഷപ്പെടാനായിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടും. പക്ഷെ ഇവളുടെ ബാക്കിൽ തന്നെ ഇവളെ കൊല്ലാനായിട്ട് ഇവനും ചേസ് ചെയ്ത് വരുന്നുണ്ടാവും. ഇവളും അതിലൂടെ ഓടുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കുറ്റിക്കാരൻ സൈഡ് വിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. ഇവൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ആ കില്ലറും അവന്റെ കൂടെയുള്ളവനും ഇവൾക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവളെ തെരഞ്ഞായിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണ്. കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന ശേഷം വീണ്ടും അവിടേക്ക് നോക്കുമ്പോൾ അവർ അവിടെ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും ആ ബുദ്ധി വളർച്ചയില്ലാത്തവൻ ഇവളെ കണ്ടെത്തുക. ഇവൻ അവളെ ഒന്നും ചെയ്തില്ല, പകരം രക്ഷപ്പെടാനുള്ള വഴി മാത്രം കാണിച്ചു കൊടുക്കും. ഇവളും അവിടെ നിന്ന് ഓടനെ തുടങ്ങും. അങ്ങനെ കാറിന്റെ അടുത്തേക്ക് തിരിച്ചെത്തും. ആ കാറിന്റെ സൈഡിൽ ഇവളുടെ ഫ്രണ്ട് മരിച്ചെടുക്കാണ്. കൂടാതെ കാറിന്റെ ബാക്കിലും ഒരു ഡെഡ് ബോഡി. പക്ഷെ എന്നാലും ആ കാറിൽ കയറി ഇവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴായിരിക്കും ആ കാറിന്റെ കീ ആ കാറിൽ ഉണ്ടാവില്ല. പക്ഷെ അതിനുള്ളിൽ തന്നെ ആ കില്ലർ ആണെങ്കിൽ അവന്റെ കത്തിയെടുത്ത് ഇവളെ കൊല്ലാനായിട്ട് വരുന്നുണ്ടാവും. കാറിന്റെ സൈഡോട് വരുമ്പോഴായിരിക്കും ഇവൾ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവൻ താഴെ വീഴുകയാണ്. ബെക്കിയും കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങി മെല്ലെ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. ഇവനാണെങ്കിൽ ആ ടൈം മയക്കിടക്കായിരിക്കും. അവന്റെ പോക്കറ്റിലായിരിക്കും ആ കാറിനുള്ള കീ ഉള്ളത്. അതെടുക്കാൻ നോക്കുന്ന ടൈം പെട്ടെന്ന് ഇവനും കൺതുറന്ന് ബെക്കിയെ പിടിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ അവന്റെ അടുത്തന്നെ കിടന്ന കത്തിയെടുത്ത് ഇവന്റെ കഴുത്തിലേക്ക് കുത്താനേ തുടങ്ങും. ഒന്ന് രണ്ട് തവണയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവളാണെങ്കിൽ അവന്റെ
കഴുത്ത് രണ്ടാവുന്ന വരെ കുത്തി കുത്തി അവനെ കൊല്ലും. അവൻ മരിച്ച ശേഷമായിരിക്കും ഇവള് നോർമൽ ആവുക. ആ കാറിന്റെ കീ എടുത്ത് കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ആ കാറിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇവളും കാർ നിർത്തുകയാണ്. അടുത്തേക്ക് വരുന്നവനാണെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞു നീ ഡേഞ്ചറസ് ആണെന്ന്, പക്ഷെ ഇപ്പോഴും നീ ക്യൂട്ടാണ്. ഇവളാണെങ്കിൽ അവനെയും കാറിൽ കയറ്റി ആ കാടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് പോകും. സോ ഇതോടുകൂടി സിമ്പിൾ റോബറി എന്ന ഈ സ്റ്റോറി ഇവിടെ എൻഡ് ആവുകയാണ്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇവന്മാര് കാർ റിവേഴ്സ് എടുക്കാതെ നേരെ പോയിരുന്നെങ്കിൽ അവന്റെ ജീവനെങ്കിലും അവർ കിട്ടിയിട്ടുണ്ടാവും. സോ വൺസ് അഗൈൻ ദിസ് ഈസ് യുവർ വോയിസ് ഓവർ മലയാളം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ ലൈക്ക് ചെയ്യാൻ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങളെ തേടിയെത്തും. അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.